Hello guys, welcome back to another video of Innovative Dude. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. അപ്പം യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള ഫ്രണ്ട്സ് നിങ്ങളത് കേൾക്കണം, നിങ്ങളിത് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് അല്ല, ഇത് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് ഗൈസ്, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മിക്ക യൂട്യൂബേഴ്സും എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ യൂട്യൂബേഴ്സ് ആയാലും അല്ലാതുള്ള യൂട്യൂബേഴ്സ് ആയാലും മിക്കവരും ചെയ്യുന്നൊരു കാര്യമാണ് മറ്റൊരാളുടെ വീഡിയോ നമ്മൾ കോപ്പി അടിച്ച് ചെയ്യുക. അപ്പം മറ്റൊരാളുടെ വീഡിയോ നമ്മൾ കോപ്പി അടിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അയാളുടെ കണ്ണിൽ എങ്ങനെ തോന്നുമായിരിക്കും? ഒരു ചെറിയ മോശമായിട്ട് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഒരേ ടൈറ്റിൽ, അതുപോലെ തന്നെ ഒരേ ടാഗ്, അതുപോലെ തന്നെ ഒരേ എന്തായാലും എന്ത് സംഭവമായാലും അത് ഒരേപോലെ. അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി മറ്റൊരാൾക്ക് അതൊരു എന്ന് പറഞ്ഞാൽ ആദ്യം അയാളാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവൻ എൻ്റെ സാധനം കോപ്പി അടിച്ച് ചെയ്തിരിക്കുന്നത്, എൻ്റെ വീഡിയോ കോപ്പി അടിച്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഗൈസ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ ചെയ്യുന്നത് വഴി? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അവസ്ഥ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മൾ യൂട്യൂബിൽ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ആയിട്ടുള്ള ഐഡിയാസാണ് നമ്മൾ ആദ്യം യൂട്യൂബിലോട്ട് ഇടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങുന്നതാണെങ്കിൽ ആദ്യമായിട്ട് സ്വന്തമായിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള ആഹാരങ്ങളോ കാര്യങ്ങളോ ആയിരിക്കും നമ്മൾ ആദ്യം യൂട്യൂബിൽ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത്. അതുപോലെ തന്നെ ടെക് ചാനലാണെങ്കിൽ നമ്മൾ പുതിയൊരു ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ ആദ്യം യൂട്യൂബിൽ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളായാലും നമ്മൾ ആദ്യം കൊണ്ടുവന്ന കാര്യം തന്നെ നമ്മൾ ആദ്യം യൂട്യൂബിൽ കൂടെ മറ്റുള്ളവരിലേക്ക് അറിയിക്കാനാണ് നോക്കുന്നത്. പക്ഷേ കുറേ ദിവസങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പിക്സ്, അതുപോലെ തന്നെ നമുക്ക് എന്താണ് കണ്ടൻറ്റ്, അടുത്ത വീഡിയോ ചെയ്യാനുള്ള കണ്ടൻറ്റ് എന്താണെന്ന് അറിയാതെ നമ്മൾ ഒരു അവസ്ഥയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു യൂട്യൂബറിൻ്റെ ചാനൽ അല്ലെങ്കിൽ മറ്റൊരു യൂട്യൂബ് ചാനലുള്ള ആളുടെ ചാനൽ പോയി കണ്ട് അവരുടെ വീഡിയോസ് നമ്മളൊന്ന് കണ്ടിട്ട് അവരുടെ വീഡിയോസിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ പുറത്ത് പബ്ലിഷ് ചെയ്യാൻ നോക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ദോഷം വല്ലതും ഉണ്ടോ? ഒരു ദോഷവുമില്ല ഗൈസ്. അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്കൊരു ദോഷവുമില്ല. നമ്മൾ മറ്റുള്ളവർക്ക് അറിവ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഗൈസ്, നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം 100 കണക്കിന് വീഡിയോ എന്ന് പറഞ്ഞാൽ 100, 120 അല്ലെങ്കിൽ ഒരു 500 വീഡിയോ ആ സെയിം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സെയിം വീഡിയോ തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കരുത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പം ഒരാൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ വരാൻ ചാൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ വരാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ വീഡിയോസ് ഇല്ലാത്ത കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു കൂടുതൽ അതിനെപ്പറ്റി ചെയ്യാത്തൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുക. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ്, ഒരു മൊബൈൽ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 വീഡിയോസോ 3 വീഡിയോസോ മാത്രമേ അതിനെപ്പറ്റി യൂട്യൂബിലുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് തന്നെ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ 100ഉം 200ഉം സെയിം വീഡിയോ, അങ്ങനത്തെ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ യൂട്യൂബിലോട്ട് നിങ്ങൾ വീഡിയോ ഇടാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വ്യൂസ് വരില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വരില്ല. വ്യൂസ് വന്നാലേ സബ്സ്ക്രൈബേഴ്സ് വരും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഗൈസ് ഞാൻ പറഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയ വീഡിയോ ആണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ വലിയ ലെങ്തി വീഡിയോസ് ആക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചല്ല ഞാൻ വീഡിയോ തുടങ്ങിയത്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം. ഇനിയും നല്ല വീഡിയോസിനായിട്ട് ഫ്രണ്ട്സ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഐഡിയാസും കൂടെ എനിക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് ഞാൻ നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം ഗൈസ്. ഇറ്റ്സ് മീ ഇന്നോവേറ്റീവ് ഡൂഡ് ആൻഡ് ബൈ.